ഹലോ, RRBയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള RRB ടെക്നീഷ്യന്റെ റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പുതിയ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും വീഡിയോ നമ്മൾ നോക്കുന്നത്. RRB ടെക്നീഷ്യൻ ഈ വർഷത്തെ വേക്കൻസീസ് എത്രയാണ്, എന്താണ് എലിജിബിലിറ്റി, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം, എത്ര വേക്കൻസി ഉണ്ട്, പരീക്ഷയുടെ പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കംപ്ലീറ്റ് സിലബസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ, അതായത് ജൂൺ 30 മുതലാണ് RRB ടെക്നീഷ്യൻ ഈ ഒരു നോട്ടിഫിക്കേഷന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇത് RRB റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എല്ലാ വർഷവും ഇയർലി സിസ്റ്റത്തിലാണ് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഈ എക്സാംസ് ഒക്കെ വിളിക്കാറുണ്ട്. അപ്പം 2026 ഫസ്റ്റ് റിക്രൂട്ട്മെന്റ്, ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് AMP വിളിച്ചിട്ടുണ്ടായിരുന്നു, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. CEN നമ്പർ 02/2026 RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3 ആണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. ഗ്രേഡ് 1 എന്ന് പറയുന്നത് പേ ലെവൽ 5 വരുന്ന പോസ്റ്റുകളും ഗ്രേഡ് 3 എന്ന് പറയുന്നത് പേ ലെവൽ 2 വരുന്ന പോസ്റ്റുകളും, രണ്ടും കൂടിയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേക്കൻസീസ്, പോസ്റ്റുകളും വേക്കൻസീസും നമുക്ക് നോക്കിയാൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിൽ 323 വേക്കൻസിയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റുന്ന, ഡിഗ്രി ചില സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്ക് പറ്റുന്ന പോസ്റ്റുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. അതുപോലെ ഗ്രേഡ് 3 വരുന്നത് 6234 വേക്കൻസീസ് വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 6557 വേക്കൻസീസ് ആണ് മൊത്തത്തിൽ RRB ടെക്നീഷ്യനകത്തുള്ളത്. അപ്പൊ ഇനി മറ്റു കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ഡേറ്റ്സും കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇതിൽ നോട്ടിഫിക്കേഷൻ നേരത്തെ ഒരു ഇൻഡിക്കേറ്റീവ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, മെയ് 23 വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ജൂൺ 30 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ജൂൺ 30 ആണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 30 മുതൽ, ഇന്ന് മുതൽ ആളുകൾക്ക് RRBന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 ജൂലൈ, 29 ജൂലൈ ആണ്. 29 ജൂലൈ വരെയാണ്. വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം കഷ്ടിച്ചാണുള്ളത്. അപ്പൊ നോക്കി ആലോചിച്ച് കണ്ടുനിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഫീ പേയ്മെന്റ് ഡേറ്റ് ജൂലൈ 31. കറക്ഷൻ വിൻഡോ ഓഗസ്റ്റ് 1 മുതൽ 20 വരെയുള്ള സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അതുപോലെ CBT എക്സാമിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഈ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റിന് വേണ്ടി നിൽക്കരുത്. നിങ്ങളൊരു 10 ദിവസം കഴിയുമ്പോൾ തന്നെ, ഒരു അവസാന ദിവസങ്ങളിലൊക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ എത്രയും നേരത്തെ നിങ്ങൾ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വേക്കൻസി ഡീറ്റെയിൽ നോക്കി കഴിഞ്ഞാൽ ടോട്ടൽ വേക്കൻസീസിൽ ആ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ ഗ്രേഡ് 1 ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. ബാക്കിയുള്ള ഗ്രേഡ് 3 വരുന്ന ഇലക്ട്രിക്കൽ, ഡീസൽ മെക്കാനിക്കൽ, ഫിറ്റർ, കാരവൻ വാഗൺ, വെൽഡർ, ഫിറ്റർ, ഇതിന്റെ എല്ലാം വേക്കൻസീസ് ഇവിടെ ഗ്രാഫായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഗ്രേഡ് 1 സിഗ്നലിന് ഏകദേശം 5% അടുത്ത് വേക്കൻസീസ് ആണ്. ബാക്കി 95% വേക്കൻസീസും ഗ്രേഡ് 3 പോസ്റ്റുകൾക്കാണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാര്യമായിട്ട് നമുക്ക് നോക്കാം. ഇനി ഈ പോസ്റ്റുകളിൽ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 വരുന്ന പോസ്റ്റുകളുടെ സാലറി അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും നമുക്ക് നോക്കാം. ഇത് ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് പേ ലെവൽ 5 വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ ബേസിക് പേ ആണ് 29,200 പെർ മന്ത് അപ്രോക്സിമേറ്റ് വരുന്നു. ഇൻ ഹാൻഡ് സാലറി ഏകദേശം 35-40-45 റേഞ്ചിലേക്ക് ഇൻ ഹാൻഡ് സാലറി വരുന്ന പോസ്റ്റ് ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 വരുമ്പോൾ പേ ലെവൽ 2 ബേസിക് പേ എന്ന് പറയുന്നത് 19,900 ഇൻ ഹാൻഡ് 30,000 പ്ലസ് സാലറി വരുന്ന പോസ്റ്റ് ആണ് ഗ്രേഡ് 3 വരുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം, സെൻട്രൽ ഗവൺമെന്റ് ജോലികൾ അല്ലെങ്കിൽ റെയിൽവേ ജോലിയിലൊക്കെ നോക്കുമ്പോൾ അതിന് അലവൻസുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഒരുപാട് അലവൻസുകളും കാര്യങ്ങളും ബേസിക് പേയുടെ കൂടെ ആഡ് ചെയ്താണ് ആ ഒരു ബെറ്റർ സാലറി നമ്മുടെ ഇൻ ഹാൻഡ് കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള റെയിൽവേ പരീക്ഷകളിലേക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? DA ഉണ്ട്, HRA ഉണ്ട്, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ട്, ട്രാവൽ അലവൻസ് ഉണ്ട്, മെഡിക്കൽ നമുക്ക് സപ്പോർട്ട് ഉണ്ട്, അതുപോലെ പെൻഷൻ, അതുപോലെ റെയിൽവേ പാസ് ഉണ്ട്, ട്രാവലിന് വേണ്ടി ജോബ് സെക്യൂരിറ്റി. ഇതൊക്കെയാണ് നമ്മുടെ റെയിൽവേയുടെ ജോലി. ഇത് ടെക്നീഷ്യന്റെ മാത്രമല്ല, റെയിൽവേ ജോലി കിട്ടുന്നവർക്കെല്ലാം കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഇനി ഏജ് ലിമിറ്റും റിലാക്സേഷനും എത്രയാണ്? ഏജ് ലിമിറ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഗ്രേഡ് 3 ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 5 വർഷം കൂടി, ഇതിന്റെ കൂടെ 5 വർഷം കൂടി വരും. അതായത് 38 വയസ്സ് വരെ SC/ST ആണെങ്കിൽ ഗ്രേഡ് 1-നും, അതുപോലെ 35 വയസ്സ് വരെ
ഗ്രേഡ് 3ക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഗ്രേഡ് 3യുടെ പോസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ആണുള്ളത്. അതായത് 33ന്റെ കൂടെ 3 വർഷം കൂടെ വരും. ഇവിടെയും 30ന്റെ കൂടെ 3 വർഷം കൂടെ വരും OBC കാറ്റഗറി ആണെങ്കിൽ. അങ്ങനെ ഓരോ കാറ്റഗറീസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ടെക്നീഷ്യൻ പോസ്റ്റുകളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഗ്രേഡ് 1 സിഗ്നലിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് മസ്റ്റ് ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ വൺ ഓഫ് ദ ഫോളോയിങ് ഡിസിപ്ലിൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. ഡിഗ്രി ഉള്ളവർക്കാണ് ഗ്രേഡ് 1 ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻസ്ട്രുമെന്റേഷൻ ഓർ ആൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ റിലവന്റ് സ്ട്രീം അതുപോലെ ഓർ BSc കോമ്പിനേഷൻസ് ആസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ അനക്ഷർ. നമ്മുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് ഏതൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ പോസ്റ്റുകൾ, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അനക്സറയിൽ അവർ വലിയ PDF റിലീസ് ചെയ്തിട്ടുണ്ട്. ദിശ അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിലും മറ്റും നമ്മൾ ഇത്തരത്തിലുള്ള ഈ PDF സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. RRBസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽഡ് PDF കാണാൻ പറ്റുന്നതാണ്. അതിനകത്ത് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3 അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC ആൻഡ് ഹോൾഡ് ആൻഡ് ITI സർട്ടിഫിക്കറ്റ് ഇൻ ദ റിലവന്റ് ട്രേഡ്. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ആ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പറ്റുന്നത്. ഓർ കംപ്ലീറ്റഡ് ആൻഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ റിലവന്റ് ട്രേഡ് വൈസ് ക്വാളിഫിക്കേഷൻ വെരി സിഗ്നിഫിക്കന്റ്ലി ഓൾസോ ടു ആക്ഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗ്രേഡ് 3 തന്നെ പല കാറ്റഗറി ഉണ്ട്, പല ട്രേഡുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ട്രേഡിലുള്ള പിന്നെ അപ്രന്റീസ്ഷിപ്പോ അല്ലെങ്കിൽ ITI സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിലാണ് ഗ്രേഡ് 3ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഈ ജൂൺ 30 സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷന് ഒരു മാസം സമയമുണ്ട്, ഇതിനുള്ളിൽ അപ്ലൈ ചെയ്യുക. ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റും. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, CBT എന്ന് നമ്മൾ പറയും. ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയുണ്ട്. ഒറ്റ പരീക്ഷയുള്ളൂ. 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 100 ചോദ്യങ്ങളുള്ള 100 മാർക്കിനാണ്. ഇതിന്റെ ഡീറ്റെയിൽ സിലബസ് ഒക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പോൾ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഈ പരീക്ഷയിൽ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങളുടെ മാർക്സ്, ഈ 100 മാർക്സിന് നടന്ന ഒരു സിംഗിൾ എക്സാമിന്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നത്. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്, നിങ്ങൾ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങളെ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. ഡോക്യുമെന്റ്സിലൊന്നും പ്രശ്നമില്ല, സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും എല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങളെ മെഡിക്കൽ എക്സാമിനേഷൻ വിളിക്കും. മെഡിക്കൽ എക്സാമിനേഷനിൽ നിങ്ങൾ ഫിറ്റ് ആണ്, വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫൈനൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷയാണ് എല്ലാവർക്കും മുമ്പിലുള്ള ഒരു വലിയ കടമ്പ എന്ന് പറയുന്നത്. അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ, നല്ല മാർക്ക് മേടിച്ച് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് 2 എക്സാം പാറ്റേൺ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നലിന്റെ സിലബസ് ഒന്നാണ്, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ ഒന്നാണ്. ഗ്രേഡ് 3യുടെ മറ്റൊന്നാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിലബസ് സിഗ്നലിന്റെ സിലബസ് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ 100 ചോദ്യങ്ങളാണ്. 100 ചോദ്യങ്ങൾ എഴുതാൻ 90 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 90 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാം. ശരി ഉത്തരം ആക്കുകയാണെങ്കിൽ 1 മാർക്ക്, നെഗറ്റീവ് ആണെങ്കിൽ -1/3 മാർക്കും പോകുന്നതായിരിക്കും. ഇതിൽ 100 ചോദ്യത്തിൽ തന്നെ 20 ചോദ്യം മാത്തമാറ്റിക്സ് ആയിരിക്കും, 15 ചോദ്യം ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആയിരിക്കും, 35 ചോദ്യം ജനറൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. നമ്മുടെ ALP എക്സാംസിലൊക്കെ ഉള്ള അതേ സബ്ജക്ട്, സയൻസും അതിന്റെ കൂടെ ബേസിക് എഞ്ചിനീയറിംഗ് ടോപ്പിക്കുകളൊക്കെ വരുന്നതാണ്. അതുപോലെ 4മത്തത് ജനറൽ അവയർനെസ് GK, ബേസിക് GK ആണ് വരുന്നത്. 5മത്തത് ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 100 ചോദ്യങ്ങളാണ് വരുന്നത്. ഇതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽസിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ സിലബസ് നോക്കിയാൽ മാത്സ് 25 ചോദ്യം, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ചോദ്യം, ജനറൽ സയൻസ് 40 ചോദ്യവും, ജനറൽ അവയർനെസ് 10 ചോദ്യമാണ്. ഇങ്ങനെയാണ് 100 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം റെയിൽവേയുടെ അതേ പാറ്റേണിൽ തന്നെ നടത്തുന്ന പരീക്ഷയാണ്. റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാത്സ് QA, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, സയൻസ് GK, ഈ 4 സബ്ജക്ട്സ് ആണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഈ 4 സബ്ജക്റ്റ് ആണ് ഇതിന് റിക്വയർ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു 4 സബ്ജക്ട്സ് നിങ്ങൾ വളരെ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആലോചിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക്
ഒന്നുകിൽ ദിശ അക്കാഡമി നിങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അവസരം തരുന്നുണ്ട്. ദിശ അക്കാഡമിയിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അവിടെ പുതിയ ബാച്ചുകൾ ഇപ്പം ജൂലൈ മാസത്തിൽ ജൂലൈ 6-ാം തീയതിയും ജൂലൈ 12-ാം തീയതി 13-ാം തീയതി ഒക്കെ ആയിട്ട് പുതിയ ബാച്ചുകൾ ദിശ അക്കാഡമിയുടെ 5 ഓഫ്ലൈൻ സെന്റേഴ്സിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതല്ലെങ്കിൽ ദിശ അക്കാഡമിയിൽ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. ടെക്നീഷ്യൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ഡീറ്റെയിൽസിനായിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് ട്രയൽ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ എൻറോൾ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇപ്പൊ പറഞ്ഞത് CBT എക്സാം പാറ്റേണിനെ സംബന്ധിച്ചാണ്. ഇനി സിലബസ് നോക്കിയാൽ റെയിൽവേയുടെ കോമൺ വരുന്ന സിലബസ്, മാത്തമാറ്റിക്സിൽ നമ്പർ സിസ്റ്റം, പെർസെന്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ഇതിലൊന്നും വ്യത്യാസമില്ല. റെയിൽവേ സ്ഥിരമായിട്ട് നടത്തുന്ന, നിങ്ങളിപ്പം RRB NTPC പരീക്ഷയോ അല്ലെങ്കിൽ ALP പരീക്ഷയ്ക്കോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതേ രീതിയിൽ തന്നെ എഴുതാൻ പറ്റുന്ന മറ്റൊരു പരീക്ഷയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പ്രോപ്പർലി നിങ്ങൾക്ക് ഓർഡറിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ടെക്നീഷ്യൻ മാത്രമല്ല മറ്റ് പരീക്ഷകളൊക്കെ എഴുതാം. അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആണ്, കോഡിംഗ്, ഡീകോഡിംഗ്, അനലോജി, സീരീസ്, പസിൽ, വെൻ ഡയഗ്രാം, ബ്ലഡ് റിലേഷൻ. ഇനി സയൻസ് നോക്കിയാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതെല്ലാം ബേസ്ഡ് ഓൺ 10th ക്ലാസ്, 10th സിലബസ് വരെ, 10th NCERT ടെക്സ്റ്റ് ബുക്സിനെ ബേസ് ചെയ്തിട്ടാണ് സയൻസ് ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് കറണ്ട് അഫയർ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, റെയിൽവേസ്, സ്പോർട്സ്, അവാർഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ സിലബസിൽ വരുന്നത്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടിയുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പോസ്റ്റിന്, ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി, എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാവും. അല്ലെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആവില്ല, നിങ്ങൾ ഔട്ട് ആവും. അപ്പൊ B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 1 പോസ്റ്റിന് റിക്വയർ ചെയ്യുന്നത്. അതെന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് വിഷൻ 6/9 ഈച്ച് ഐ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്, കളർ വിഷൻ റിക്വയർഡ് ആണ്, നൈറ്റ് വിഷൻ റിക്വയർഡ് ആണ്, ബൈനോക്കുലർ വിഷൻ റിക്വയർഡ് ആണ്, ഫിസിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ് റെയിൽവേ നോംസ് ആണ് പറയുന്നത്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 കുറച്ചുകൂടെ റിലാക്സബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. A3 അല്ലെങ്കിൽ പല കാറ്റഗറിക്കും പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. A3, B1, B2, C1 ഈ ഡിഫറെന്റ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണ്ടതുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രേഡ് അനുസരിച്ചിട്ടാണ് പലതിനും പല മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് റിക്വയർ ചെയ്യുന്നത്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ ഒരു ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ പേ പെർ പേ ലെവൽ, അതായത് പേ ലെവൽ 2ഉം പേ ലെവൽ 5ഉം വരുന്ന പോസ്റ്റുകൾ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം സെപ്പറേറ്റ്ലി അപ്ലൈ ചെയ്യേണ്ടതാണ് എന്ന് നോക്കുക. സബ്മിറ്റ് ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻസ്, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് ആ രണ്ട് കവർ ചെയ്യുമെന്ന് വിചാരിക്കരുത്. ഡസ് നോട്ട് കവർ ബോത്ത് പേ ലെവൽസ്. അപ്പൊ രണ്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. അതുപോലെ നോ ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ, വളരെയധികം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഫോർ ദ സെയിം പേ ലെവൽ ആർ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആൻഡ് വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എക്സാം പോലും എഴുതാൻ പറ്റാത്ത അവസരത്തിലേക്ക് വരും. അതുകൊണ്ട് ഒരൊറ്റ ആപ്ലിക്കേഷൻ മാത്രം ഒരു പേ ലെവലിൽ നിങ്ങൾ ഫിൽ ചെയ്യുക. ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ. ഇനി അടുത്തത് അവൈറ്റിംഗ് റിസൾട്ട്സ്, നോട്ട് എലിജിബിൾ. നിങ്ങൾ ഫൈനൽ ഇയർ എക്സാമിന്റെ റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു പേ അപ്ലൈ. അടുത്ത വർഷത്തെ ടെക്നീഷ്യനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ആധാർ വെരിഫിക്കേഷൻ ഈസ് സ്ട്രോങ്ലി റെക്കമെൻഡഡ്. എൻഷുർ യുവർ ഡീറ്റെയിൽസ് മാച്ച് യുവർ ആധാർ കാർഡ് എക്സാക്ട്ലി. നിങ്ങൾ ആധാർ കാർഡിലുള്ള അതേ ഡീറ്റെയിൽസ് തന്നെ ആധാർ ആയിട്ട് വെരിഫിക്കേഷൻ, ആധാറുമായിട്ട് വെരിഫിക്കേഷൻ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിലുള്ള ഡീറ്റെയിൽസ് ആക്കി തന്നെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ആ വെരിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. മീൻസ് ഓൺ പ്രിഫറൻസ് ഈസ് ഫൈനൽ. ഒരിക്കൽ നിങ്ങളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താണെങ്കിൽ ആ സോൺ പ്രിഫറൻസ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ കാനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ അക്കൗണ്ട് ക്രിയേഷൻ. അക്കൗണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു റെയിൽവേയുടെ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഫിൽ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം, ഒരിക്കലും ചെയ്താൽ നിങ്ങൾക്ക് ആ മൊബൈൽ നമ്പർ ഇമെയിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. സോ അത് ശ്രദ്ധിച്ച് ഉപയോഗത്തിലുള്ള മൊബൈൽ നമ്പർ തന്നെ വെക്കുക. ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ലോഗിൻ ആണെന്ന് വെരിഫൈ ചെയ്യുക. Corrections only in window. Application corrections are permitted only during the designated window. അതായത് ഓഗസ്റ്റ് 1 മുതൽ 10 വരെയുള്ള തീയതികളിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാനായിട്ടുള്ള അവസരമുള്ളൂ. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓഗസ്റ്റ് 1-നും 10-നും ഇടയ്ക്ക് നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ഒരു എക്സാമിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. ദിശ ലേണിംഗ് ആപ്പ് വഴി ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേണ്ട കണ്ടന്റുകൾ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചിട്ട് അത് കവർ ചെയ്യുന്നതായിരിക്കും. സോ താല്പര്യമുള്ളവര് അതിനകത്ത് ജോയിൻ ചെയ്തുള്ള നമ്പർ, ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് എൻറോൾ ചെയ്യും. അതുമല്ല ഈ പരീക്ഷകളൊക്കെ വളരെ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശ അക്കാഡമിയുടെ 5 ഓഫ്ലൈൻ സെന്റേഴ്സിലും പുതിയ ബാച്ചുകൾ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബാച്ചുകളിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.